എന്നുള്ളത് പ്രധാനപ്പെട്ട ആശ്വസിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം കൊടും ചൂടിലായിരുന്നു നമ്മളെല്ലാവരും. സംസ്ഥാനത്ത് വേനൽ മഴ അത് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യമാണ്. ഇന്നും മഴ തുടരും. വയനാട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശാനുമൊക്കെ സാധ്യതയുണ്ട്. ഈ വേനൽ മഴ നാളെയും തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിക്കുന്നത്. ഡാൻ കുര്യൻ അതിൻ്റെ വിവരങ്ങൾ കൂടി നൽകും. ഡാൻ, എന്തായാലും വലിയ ചൂടായിരുന്നു. വലിയ ചൂടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട്. അതിനൊക്കെ ഒരു ആശ്വാസമായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രമാത്രം ഉഷ്ണമില്ല, അത്രമാത്രം പൊള്ളലില്ല. എങ്കിൽ പോലും ഈ മഴയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈ തെക്കൻ ജില്ലകളിലേക്ക് കൂടി മഴ എന്നെത്തും? എല്ലാ ജില്ലകളിലും ഒരുപോലെ വേനൽ മഴ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവരുടെ പ്രഡിക്ഷൻ ഇല്ല. നിലവിൽ ഈ നേരത്തെ എൽദോ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഇന്ന് വന്നിരിക്കുന്ന അവരുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് 4 ജില്ലകളിലാണ്, അതായത് നമുക്കറിയാം ഇടുക്കിയിലും വയനാട്ടിലും അതോടൊപ്പം മലപ്പുറത്തും കോട്ടയത്തുമാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കും. അതുകൊണ്ട് മുന്നറിയിപ്പ് പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമാനമായ തരത്തിൽ മറ്റ് ജില്ലകളിലും, അതായത് നാളെയാണ് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലങ്ങളിലൊക്കെ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകും. അതോടൊപ്പം വലിയ കാറ്റ് വീശും എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും മഴയെത്തുമോ, അതായത് ശക്തമായ മഴയെത്തുമോ, ഈ വേനൽ ചൂടിന് ഒരു ആശ്വാസം പകർന്നുകൊണ്ടുള്ള മഴയെത്തുമോ എന്ന കാത്തിരിപ്പിലാണ് കേരളം. എന്തായാലും പകൽ ചൂടിന് ഇപ്പോഴും ഒരു കുറവുണ്ടാകുന്നില്ല പലയിടങ്ങളിലും എന്നതാണ് ഇങ്ങനെ ശക്തമായ മഴ ഒരു വശത്ത് പെയ്യുമ്പോഴും എടുത്തു പറയേണ്ടത് കാര്യം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണേലും മഴയ്ക്കുള്ള സാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അത് ഒരു കുളിർമയാണ് ഈ ചൂടത്ത് എന്നുള്ളത് സംശയമില്ല. എന്നാലും കുറേ ദിവസങ്ങളായി മലയാളികൾ തന്നെ പൊള്ളി കഴിയുന്നു. ഇപ്പോൾ വേനൽ മഴ പെയ്യട്ടെ, മണ്ണൊന്ന് കുളിരട്ടെ, ഒരു തണുപ്പൊക്കെ വരട്ടെ. ഡാനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.